ഹായ് ഓൾ, അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നിസ്കാരമൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ അതേ നേരം വെളുത്ത് തന്നെ ഉള്ളൂ കേട്ടോ. അങ്ങനെ താഴത്തെ എന്നപ്പോൾ താഴത്തെ അടുപ്പിൻ്റെ അവസ്ഥ ഇതാണ്. പിന്നെ അതെല്ലാം മാറ്റി ക്ലീനാക്കി തുടച്ച് വൃത്തിയാക്കി രാവിലെ കഞ്ഞിക്ക് വെള്ളം വെക്കാൻ വേണ്ടിയിട്ട് അടുപ്പ് കത്തിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അങ്ങനെ ഇത് അടുപ്പൊക്കെ കത്തിച്ച് കഞ്ഞിക്ക് വെള്ളം വെച്ച് പിന്നെ ഇന്ന് ഉപ്പേരിക്ക് കടച്ചക്കയാണ് കേട്ടോ. അപ്പോൾ കടച്ചക്കൊക്കെ നന്നാക്കി ക്ലീനാക്കി അരിഞ്ഞൊക്കെ മാറ്റി വെച്ചു. അപ്പോഴേക്കും തൊടുവിലോട്ട് ചെന്ന് കർമൂസ എടുക്കാൻ പോയിട്ടാണ്. അപ്പോൾ ഉള്ള മഴ മുഴുവനും കൊണ്ട് നല്ല മഴ ഉണ്ടായി. എന്നല്ല തന്നെ ജലദോഷവും ചുമയും മാറിയിട്ടുണ്ടായില്ല. അങ്ങനെ പിന്നെ കടച്ചക്കൊക്കെ കഴുകി വൃത്തിയാക്കി അതൊരു കുക്കറൊക്കെ എടുത്തുകൊണ്ട് വെച്ച് അതിനകത്ത് കടച്ചക്ക ഇട്ട് ആദ്യം പിന്നെ മഞ്ഞൾ പൊടി, ഉപ്പ്, പച്ചമുളക്, കറിവേപ്പില, ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ച് അത് വേവിക്കാൻ വേണ്ടി വെക്കണം. പിന്നെ അത് വേവിക്കാൻ വേണ്ടി വെച്ചു. അടുപ്പ് കത്തിച്ചു. രാവിലെ അടുപ്പ് കത്തിച്ചിട്ടാൽ ഭയങ്കര പണിയാണ്. അങ്ങനെ പിന്നെ അതൊക്കെ വെച്ചതിന് ശേഷം കർമൂസ നന്നാക്കാണ്ട്. അപ്പം മൂത്തച്ചി രാവിലത്തെ കാപ്പിക്കുള്ള ചെറുപയർ വേവിക്കാൻ വേണ്ടി കുക്കറിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുക്കറിലേക്ക് അവളത് വെച്ചിട്ട് പോയി. പിന്നെ അവളെ കുറേ നേരമായിട്ട് കുക്കർ ഒന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ കർമൂസ അരിഞ്ഞു വെച്ചിട്ടിൽ ഒരു പാത്രം എടുത്ത് കർമൂസ വെച്ച് പിന്നെ പരിപ്പ്, തക്കാളി, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഒക്കെ കൂടി ഇട്ട് വേവിക്കാൻ വെക്കേണ്ടി പോവാണ് കേട്ടോ. കുക്കർ കുറേ നേരമായി ഓളിങ്ങനെ വിസിലൂതി വിളിക്കുന്നുണ്ട്. ഓള് ഓഫ് ചെയ്യാൻ മറന്നെന്ന് തോന്നുന്നു. പിന്നെ ഞാനതൊക്കെ ഓഫ് ചെയ്ത് വെക്കും. അപ്പോഴേക്കും നമ്മുടെ കടച്ചക്ക വന്നിട്ടുണ്ട്. അപ്പോൾ സവാള നന്നാക്കി എടുക്കുകയാണ് കേട്ടോ. സവാള അരിഞ്ഞ് വെച്ചതിന് ശേഷം കറിവേപ്പില സവാളയും കൂടി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് പിന്നെ നമ്മുടെ സവാളയും കറിവേപ്പിലയും കൂടി ഇട്ട് വഴറ്റാണ്. പിന്നെ 2 പറ്റൽ മുളകും ഇട്ട് വഴറ്റുന്നുണ്ട് കേട്ടോ. അതിലേക്കൊരു നുള്ളു മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇടുന്നുണ്ട്. പിന്നെ കടച്ചക്ക അതിനകത്തേക്ക് ഇട്ടിട്ടോ അതിനൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് കടച്ചക്ക ഇറക്കി വെച്ച് പിന്നെ നമ്മുടെ പരിപ്പ് വേവിക്കാൻ വെച്ച് അത് അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. പരിപ്പല്ല, മീൻസ് കർമൂസ. അപ്പോഴേക്കും കർമൂസക്കുള്ള തേങ്ങ ചുരകയാണ്. തേങ്ങയൊക്കെ ചുരകി അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും ഒരു കഷ്ണം സവാളയൊക്കെ ഇട്ട് അരച്ച് മാറ്റി കൊണ്ട് വെച്ചിട്ട് അപ്പോഴേക്കും നമ്മുടെ ഗ്യാസ് അടപ്പൊക്കെ വൃത്തിയാക്കി തുടച്ച് നീറ്റാക്കി. പിന്നെ കർമൂസ വെന്ത് അപ്പോഴേക്ക് ഈ അരപ്പ് അതിനകത്തേക്ക് ഒഴിച്ച് ചാറൊക്കെ ആക്കി മിക്സ് ചെയ്ത് നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് മാറ്റിയ ശേഷം അത് കടുകും പിന്നെ വറ്റൽമുളകും കറിവേപ്പില ഇട്ട് പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ കൂടിയിട്ട് അത് മിക്സ് ചെയ്ത ശേഷം ആ ചാറിലേക്ക് കൊണ്ട് അത് ഒഴിച്ച് അതങ്ങനെ സെറ്റാക്കി. അതൊക്കെ അങ്ങനെ സെറ്റാക്കി അവിടെ വെച്ചതിന് ശേഷം 2 ഉപ്പേരിക്കുമായി ഇതുമായിട്ടാണ് കടച്ചക്ക ഉപ്പേരിയായി ചാറുമായി. പിന്നെ അത് പപ്പടം പൊരിക്കുകയാണ്. അപ്പോൾ മീൻ വന്നിട്ടുണ്ടായില്ല. അപ്പോഴേക്കും ഞാൻ അടപ്പൊക്കെ വൃത്തിയാക്കി നീറ്റാക്കി ഇട്ട് അപ്പോഴേക്കും ഞാനിത് റൂമിലോട്ട് ചെന്ന് നോക്കാം. മോളെ ഇന്ന് അംഗനവാടി വിടാലോ എന്ന് പറഞ്ഞ് ചെന്നുമ്പോൾ 2 നല്ല ഉറക്കാം. പിന്നെ ഇപ്പുറത്തെ റൂമിൻ്റെ അവസ്ഥ ഇതാണ്. പിന്നെ അതൊക്കെ ക്ലീനാക്കി വൃത്തിയാക്കി മഴയൊക്കെ കുറച്ച് നേരം കണ്ട് ഇന്ന് എല്ലാം കഴിഞ്ഞപ്പോഴേക്കും അംഗനവാടി ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ കൊച്ചു കാർട്ടൂൺ കാണാണ്. കാക്കും അവിടെ തന്നെ ഇരിപ്പുണ്ട്. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നപ്പോഴേക്കും മീൻ വന്നു. പിന്നെ മീനൊക്കെ വൃത്തിയാക്കി. അപ്പോൾ അതായത് പൂച്ചപ്പട്ടാളങ്ങൾ വന്നിട്ടുണ്ട്. ഈ മീൻ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ ഫസ്റ്റ് ടൈം കാണണം. പിന്നെ പൊരിക്കാനായിട്ടുള്ള മസാല വറ്റി വെച്ച് 2-3 എടുത്ത് മുളക് ഇട്ട് പിന്നെ റൂമിലേക്ക് വന്ന് റൂമൊക്കെ വൃത്തിയാക്കി തൂത്തുവാരി തുടക്കുകയാണ് കേട്ടോ. ഇനി ഡെയിലി ഉള്ള പണി തന്നെ തൂക്കൽ തുടക്കൽ അങ്ങനെയൊക്കെ ആയിട്ട്. മോള് വീട്ടിലുണ്ടെങ്കിൽ പിന്നെ പറയണ്ട, 24 മണിക്കൂറും പണിയായിരിക്കും. ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ്